aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു എന്ന് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാം വചനത്തിൽ നാം വായിക്കുന്നു. ഇന്ന് പലർക്കും സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ അനാവശ്യമായി ദുഃഖിക്കുവാൻ അവർക്ക് ഒരുപാട് കാരണങ്ങളും ഉണ്ട്. ജീവിതത്തിൽ സന്തോഷിക്കുവാൻ ദൈവം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അവ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. ഒന്ന്, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടതുകൊണ്ട് നാം സന്തോഷിക്കണം. ദാവീദ് പാപം ചെയ്തു. അനുതപിക്കാതെ മിണ്ടാതെ ഇരുന്നപ്പോൾ അത് അവൻ്റെ അസ്ഥികളെ ക്ഷയിപ്പിച്ചു, അവൻ്റെ മജ്ജയെ വറ്റിച്ചു കളഞ്ഞു. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. 32-ാം സങ്കീർത്തനം 3-4 വചനങ്ങൾ. ദാവീദിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു. എന്നാൽ ദാവീദ് ഹൃദയം നുറുങ്ങി ദൈവത്തോട് തൻ്റെ അകൃത്യങ്ങളെ ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം അവയെ പുറത്തു കൊടുത്തു. അത് ദാവീദിനെ സന്തോഷിപ്പിച്ചു. പാപം ക്ഷമിച്ചു കിട്ടിയവൻ ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് ദാവീദ് പറയുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടം ഇല്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് 32-ാം സങ്കീർത്തനം 1-2 വചനങ്ങൾ നാം വായിക്കുന്നു. ഈ സന്തോഷം അനുഭവിച്ചറിഞ്ഞ പാട്ടുകാരൻ ഇങ്ങനെ പാടി: ഭാഗ്യനാൾ ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്ത നാൾ. പാപം ഉള്ളിൽ വസിച്ചാൽ സന്തോഷിക്കുവാൻ സാധ്യമല്ല. യേശു എത്ര വലിയ കടുംചുവപ്പായ പാപങ്ങളെപ്പോലും ഹിമം പോലെ വെണ്മയാക്കി മാറ്റുന്നവനാകിയാൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. 2, നമുക്ക് ഒരു രക്ഷകനുണ്ട് എന്നതിനാൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും. നാം പാപികളാണ്. ആദാം മൂലം പാപം ലോകത്തിൽ വന്നു. എന്നാൽ ദൈവം തൻ്റെ അരുമപുത്രനെ നമുക്ക് രക്ഷകനായി നൽകി. ഈ രക്ഷകൻ സദാസമയവും നമ്മുടെ കൂടെ വസിക്കുന്നു. നാം ഒരിക്കലും അനാഥരല്ല. ആ രക്ഷകൻ നമ്മോട് പറയുന്നു: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും എന്ന് യോഹന്നാന്റെ സുവിശേഷം 14-18 വചനത്തിൽ നാം വായിക്കുന്നു. ഈ രക്ഷകൻ നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലതു ഭാഗത്ത് ഇരുന്ന് മധ്യസ്ഥം വഹിക്കുന്നു. 3, നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചതിനാൽ നാം സന്തോഷിക്കണം. ദൈവം എത്ര വലിയ ദാനമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് യേശു പറഞ്ഞു. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും എന്ന് യോഹന്നാന്റെ സുവിശേഷം 14-16 നാം വായിക്കുന്നു. നാം അതിനാൽ അനാഥരല്ല. ഈ ആത്മാവ് നമ്മെ ഉപദേശിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നു. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 14:26 നാം വായിക്കുന്നു. ഈ ആത്മാവിൻ്റെ തീ പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാരിൽ വ്യാപരിച്ചു. അതുവരെ ഭയപ്പെട്ടിരുന്ന അപ്പോസ്തലന്മാരിൽ പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങിയപ്പോൾ അവർ ശക്തി പ്രാപിച്ച് പരസ്യമായി രാജകൊട്ടാരങ്ങളിലും സകല ദേശങ്ങളിലും സകല രാജ്യങ്ങളിലും യേശുവിനെ സാക്ഷിച്ച് ജീവൻ വെടിഞ്ഞു. ഈ ധൈര്യം
പരിശുദ്ധാത്മാവാണ് അവർക്ക് നൽകിയത്. ഈ ആത്മാവ് നമ്മിൽ വ്യാപരിക്കുമ്പോൾ നാം ശക്തരാകുന്നു. അപ്പോൾ ലോകത്തിലുള്ള യാതൊന്നും നമ്മെ ബാധിക്കുകയില്ല. ആർക്കും നമ്മെ തൊടുവാനും സാധ്യമല്ല. കാരണം യേശു പറയുന്നു, നിന്നെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു എന്ന്. പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണ്ടെങ്കിൽ അവിടെ സന്തോഷം ഉണ്ട്, അവിടെ വിവിധ ആത്മഫലങ്ങൾ ഉണ്ട് എന്ന് നാം വായിക്കുന്നു. ഗലാത്യലേഖനം 5:22-23 വചനങ്ങളിൽ ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം, ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല എന്ന് നാം വായിക്കുന്നു. യേശുവിലായവർ എപ്പോഴും സന്തോഷിക്കും. അവർക്ക് സന്തോഷിക്കുവാൻ ഒരുപാട് കാരണങ്ങളും ഉണ്ടാകും. സകല പ്രതികൂലങ്ങളിലും അവർ കർത്താവിൽ സന്തോഷിക്കും. അവർ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടുകയില്ല. പൗലോസ് അപ്പോസ്തലന് ഒട്ടനവധി കഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച പൗലോസ് പറഞ്ഞു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കുമെന്ന് ഫിലിപ്പിയാലേഖനം 4-6 വചനങ്ങൾ നാം വായിക്കുന്നു. അതിനാൽ എപ്പോഴും സന്തോഷിക്കാം. പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച് നമുക്ക് എപ്പോഴും ഇങ്ങനെ പറയാം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.